ഓക്കെ, ഡിഫറൻസ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് എടുക്കുന്നത്. അതായത് ന്യൂമറിക്കൽ ഡിഫറൻസിയേഷൻ തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നതാണ്. ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ അല്ല, ഡിഫറൻസ് ഓപ്പറേറ്റർ. ഓക്കെ, ഡെൽറ്റ ഉപയോഗിച്ച് ഡിഫറൻസിയേഷൻ ചെയ്യുന്ന ഒരു പോയിന്റിലെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് ഫംഗ്ഷൻ എടുക്കുന്ന കുറച്ച് എക്സ് വാല്യൂസും അതിൻ്റെ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ വാല്യൂസ് എഫ് ഓഫ് എക്സും തന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു സം പോയിൻറ്റ് അല്ലെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു സം പോയിൻറ്റ്, ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും ഇവാലുവേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും പോയിൻറ്റ്സിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡിഫറൻസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് അതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് ഈ സെക്ഷനിൽ പഠിക്കാം. ഓക്കെ, യൂസിങ് ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ ഇതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നമുക്ക് നോക്കാം. ഈ ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്ററാണ് ഈ ഡെൽറ്റ, അതായത് ട്രയാങ്കിൾ സിമ്പിളാണത് ഡെൽറ്റ എന്ന് പറയുന്നത്. ഇത് കുറച്ച് ഓപ്പറേറ്റേഴ്സിൻ്റെ സം റിലേഷൻ ഇവിടെ പറയുന്നുണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ അത് കണ്ടുപിടിക്കുക. ഓക്കെ, ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ ഡെൽറ്റ ഈസ് ഡിഫൈൻഡ് ആസ് E-1 ആൻഡ് വേറൊരു റിലേഷൻ HD ഈസ് ഈക്വൽ ടു ലോഗ് ഇ. ഇതിൽ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററും ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത് ഷിഫ്റ്റ് ഓപ്പറേറ്ററുമാണ്. ഡെൽറ്റയാണ് നമ്മുടെ ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ ഈ റിലേഷൻ HD ഈസ് ഈക്വൽ ടു ലോഗ് ഇ എടുക്കുകയാണ്. അതിൽ ഇ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫസ്റ്റ് റിലേഷൻ ഉപയോഗിച്ച് ഇ എന്ന് പറയുന്നത് നമുക്ക് 1 + ഡെൽറ്റ എന്ന് കിട്ടും. സോ ഇയുടെ വാല്യൂ 1 + ഡെൽറ്റ കൊടുത്തു. സോ HD ഈസ് ഈക്വൽ ടു ലോഗ് 1 + ഡെൽറ്റ. അതിൽ നിന്ന് ഞാൻ ഡി എഴുതുകയാണ്. ഡി ഈസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം, 1/h ഇൻറ്റു ലോഗ് 1 + ഡെൽറ്റ. ഓക്കെ, ഇനി ലോഗ് 1 + എക്സിനെ എനിക്ക് x - x² + 2 + x³ 3 - x⁴/4 അങ്ങനെ എഴുതാം. സോ അതുകൊണ്ട് ലോഗ് 1 + ഡെൽറ്റ എന്നുള്ളത് എന്താവും, ഡെൽറ്റ - ഡെൽറ്റ² 2 + ഡെൽറ്റ³ 3 - ഡെൽറ്റ⁴/4 എക്സെട്ര എന്ന് കിട്ടും. ഓക്കെ, ഞാൻ ഈ ഡി എന്ന് പറയുന്നതാണ് നമുക്കിപ്പോൾ കിട്ടിയത്, ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ. ഓക്കെ, ഈ ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററിനെ, അതായത് ഡെറിവേറ്റീവിനെ ഇൻ ടേംസ് ഓഫ് ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ ഡെൽറ്റ ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഈ റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഇനി നെക്സ്റ്റ് ഈ കിട്ടിയ ഡിയുടെ സ്ക്വയർ എടുക്കുകയാണ്. ഡിയുടെ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് കിട്ടും, 1/h² ഇൻറ്റു ഈ ബ്രാക്കറ്റിലുള്ള ക്വാണ്ടിറ്റിയുടെ സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 1/h² ഇൻറ്റു ഈ ബ്രാക്കറ്റിലുള്ള ക്വാണ്ടിറ്റിയുടെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡെൽറ്റ² - ഡെൽറ്റ³ + 11/12 ഡെൽറ്റ⁴ - 5/6 ഡെൽറ്റ⁵ എക്സെട്ര എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ ഡി കിട്ടിയല്ലോ. സോ ഞാൻ ഡി ഓഫ് ഇക്വേഷൻ നമ്പർ 2 ഉപയോഗിച്ച്, ഇക്വേഷൻ നമ്പർ 2 ഡിയുടെ ഇക്വേഷനാണ്, ഞാൻ അത് ഉപയോഗിച്ച് ഡി ഓഫ് എഫ് ഓഫ് എക്സ് എഴുതുകയാണ്. ഓക്കെ, എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, d/dx ഓഫ് എഫ് ഓഫ് എക്സ്. ഈ d/dx എന്ന് പറയുന്നതാണ് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ഡി എന്ന് പറയുന്നത്. സോ ഡി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/h ഇൻറ്റു, എനിക്ക് എന്ത് പറയാം, ഡി ഓഫ് എഫ് ഓഫ് എക്സ് ആണ് എടുത്തത്, ഡിയുടെ ഇക്വേഷൻ ചെയ്യുന്നത്. സോ ഇത് എന്ത് കിട്ടും, 1/h ഇൻറ്റു ഡെൽറ്റ ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ഈ ഇക്വേഷൻ നമ്പർ 2 നിന്നാണ് അത് കിട്ടുന്നത്, ഡെൽറ്റ² ഓഫ് എഫ് ഓഫ് എക്സ് ബൈ 2 + ഡെൽറ്റ³ ഓഫ് എഫ് ഓഫ് എക്സ് ബൈ 3 - ഡെൽറ്റ⁴ ഓഫ് എഫ് ഓഫ് എക്സ് ബൈ 4 + ഡെൽറ്റ⁵ ഓഫ് എഫ് ഓഫ് എക്സ് ബൈ 5 മൈനസ് എക്സെട്ര. സോ ഇത് ഉപയോഗിച്ചാണ് ഈ ഡി ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷൻ, ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്, എഫ് ഡാഷ് ഓഫ് എക്സ്. ഓക്കെ, സോ ഇത് ഈ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കണം, എന്നാലേ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. അതേപോലെ നെക്സ്റ്റ് ഇക്വേഷൻ കാണാതെ പഠിക്കണം. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, d² ഓഫ് എഫ് ഓഫ് എക്സ്. അത് ഈ ഇക്വേഷനിൽ നിന്ന്, ഇവിടെ d² നമ്മൾ എഴുതിയിട്ടുണ്ട്, ആ ഇക്വേഷനിൽ നിന്ന് d² ഓഫ് എഫ് ഓഫ് എക്സ്. സോ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരും, 1/h² ഇൻറ്റു ഡെൽറ്റ² ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ഡെൽറ്റ³ ഓഫ് എഫ് ഓഫ് എക്സ് + 11/12 ഡെൽറ്റ⁴ ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് 5/6 ഡെൽറ്റ⁴ ഓഫ് എഫ് ഓഫ് എക്സ് + എക്സെട്ര എന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾ ഈ രണ്ട് റിലേഷൻസും പഠിച്ചിരിക്കണം. ഈ എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെയും എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിൻ്റെയും ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ വെച്ച് എഴുതുന്ന ഈ റിലേഷൻ പഠിക്കണം, എന്നാലേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അതേപോലെ ബാക്ക്വേർഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഇതേപോലെ എഫ് ഡാഷ് ഓഫ് എക്സോ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. ബാക്ക്വേർഡ് ഡിഫറൻസ് ഇവിടെ ഒരു റിലേഷൻ നോക്കുക, HD ഈസ് ഈക്വൽ ടു -log 1 - ഡെൽറ്റ. ഓക്കെ, ഇവിടെ നോക്കുക, ഇത് ഡെൽറ്റ തന്നെയാണ് ഇത് വായിക്കുന്നത്, പക്ഷേ ഇത് എന്താണ്, ട്രയാങ്കിള് തലകുത്തി ഇൻവേർട്ടഡ് പൊസിഷനിലാണ്. അതിനെയാണ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ അതേ സിമ്പിളായിരുന്നു. എന്നാൽ ബാക്ക്വേർഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ വരുമ്പോൾ ഇൻവേർട്ടഡ് ട്രയാങ്കിളാണ് അതിൻ്റെ സിമ്പിൾ. ഓക്കെ, അത് ഈ റിലേഷനിൽ നിന്ന് എടുക്കും. HD ഈസ് ഈക്വൽ ടു -log 1 - ഡെൽറ്റ. സോ ഡി എന്ന് പറയുന്നത് 1/h ഇൻറ്റു -log 1 - ഡെൽറ്റ. സോ -log 1 - ഡെൽറ്റയുടെ
എക്സ്പാൻഷനാണ് ആ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. കറസ്പോണ്ടിങ് ഡി സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കുന്നു, അതിങ്ങനെ കിട്ടും. ഓക്കെ, ഇനി അതിനകത്ത് എഫ് ഓഫ് എക്സ് കൊടുക്കുകയാണ്. എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ടി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് എന്താണ് ക്യാപിറ്റൽ ഡി ഓഫ് എഫ് ഓഫ് എക്സ്. സോ ഇതിനകത്ത് എഫ് ഓഫ് എക്സ് അപ്ലൈ ചെയ്യുന്നു. സോ 1/x ഇൻറ്റു ഡെൽറ്റ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ സ്ക്വയർ എഫ് ഓഫ് എക്സ് ബൈ 2 പ്ലസ് ഡെൽറ്റ ക്യൂബ് ഓഫ് എഫ് ഓഫ് എക്സ് ബൈ 3 പ്ലസ് ഡെൽറ്റ റേസ് ടു 4 ഓഫ് എഫ് ഓഫ് എക്സ് ബൈ 4 പ്ലസ് എക്സെട്ര. അതേപോലെ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് മീൻസ് ഡി സ്ക്വയർ ഓഫ് എഫ് ഓഫ് എക്സ്, ഇവിടെയും കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ് കൊടുക്കുന്നു. സോ ഇവിടെ ഇക്വേഷൻ നമ്പർ 3, ഇക്വേഷൻ നമ്പർ 4 അത് ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ വെച്ച് ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് ഇക്വേഷൻ 7, ഇക്വേഷൻ 8 എന്ന് പറയുന്നത് ബാക്ക്വേർഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ വെച്ച് കണ്ടുപിടിക്കുന്നത്. സോ ഈ 4 ഇക്വേഷൻസും കാണാതെ പഠിക്കണം, എന്നാലേ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. ഇനി അവിടെ ഒരു റിമാർക്ക് പറയുന്നുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ദ ഫോർമുല 3 and 4, അതായത് ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്ററിൻ്റെ ഫോർമുല are useful to calculate the first and second derivatives at the beginning of the table of the values in terms of forward differences. അതായത് നമുക്ക് കുറച്ച് എക്സ് വാല്യൂസും ക്വസ്റ്റിനിൽ നമുക്ക് കുറച്ച് എക്സ് വാല്യൂസും എഫ് ഓഫ് എക്സ് വാല്യൂസും ആയിരിക്കും തരുന്നത്. എന്നിട്ട് നമ്മളോട് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് അറ്റ് സം പോയിന്റ് കണ്ടുപിടിക്കാൻ. ആ തന്നിരിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സ് വാല്യൂസിൻ്റെ ഒരു ടേബിൾ ഉണ്ടല്ലോ, ആ എക്സ് വാല്യൂസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ബിഗിനിങ്ങിലുള്ള വരുന്ന വാല്യൂസ് അടുപ്പിച്ചാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ എങ്കിൽ, ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ട പോയിന്റ് എങ്കിൽ ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ ഉപയോഗിക്കണം. അതേപോലെ while formula 7 and 8 are used to compare the first and second derivative near the end points of the table. ഇനി എക്സ് വാല്യൂസിൻ്റെ ആ ടേബിളിൻ്റെ എൻഡ് പോയിൻറ്റ്സിലെ വാല്യൂസിലാണ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല ഉപയോഗിക്കണം. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഫോർവേഡ് ഡിഫറൻസ് വെച്ച് ചെയ്യുക, ബാക്ക്വേർഡ് ഡിഫറൻസ് വെച്ച് ചെയ്യുക എന്ന് പറയില്ല. അത് ഏത് ചൂസ് ചെയ്യണമെന്ന് നിങ്ങൾ ഇത് വെച്ചിട്ടാണ് എടുക്കേണ്ടത്. ഒരു എക്സാമ്പിൾ നോക്കാം, പ്രോബ്ലം നോക്കുക. കമ്പ്യൂട്ട് എഫ് ഡാഷ് ഓഫ് 0.2 ആൻഡ് എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. കുറച്ച് എക്സ് വാല്യൂസ് തന്നിട്ടുണ്ട്. എക്സ് 0, 0.2, 0.4, 0.6, 0.81 കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് വാല്യൂസും തന്നിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുക, ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ ആണോ ബാക്ക്വേർഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ ആണോ ഉപയോഗിക്കേണ്ടതെന്ന് അറിയാൻ എഫ് ഡാഷ് ഓഫ് 0.2 എന്ന് പറയുന്ന ഈ ടേബിളിൽ എക്സ് വാല്യൂസിൻ്റെ ബിഗിനിങ്ങിൽ വരുന്ന വാല്യൂ ആണ്. അതേപോലെ എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 എന്ന് പറയുന്ന പോയിന്റ് ബിഗിനിങ്ങിലാണ് വരുന്നത്. സോ ബിഗിനിങ്ങിൽ വരുന്ന രണ്ട് വാല്യൂസ് ആയതുകൊണ്ട് തന്നെ ഏത് ഉപയോഗിക്കണം, ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ. എന്നാൽ എഫ് ഡാഷ് ഒരു 1 എന്ന് പറയുന്ന പോയിന്റിലോ 0.8ലോ 0.6ലോ ആണെങ്കിൽ നമുക്ക് ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല ഉപയോഗിക്കാം. 0.0, 0.2, 0.4 അവിടം വരെ ആണെങ്കിൽ ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ ഉപയോഗിക്കാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ 0.2ഉം 0 പോയിന്റ്സ്, അതുകൊണ്ട് തന്നെ ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്ററാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ഈ ടേബിൾ പ്രിപ്പയർ ചെയ്യുക. അതിൽ എക്സ് വാല്യൂസ് തന്നിരിക്കുന്ന അതേ വാല്യൂസ് അതേപോലെ എടുത്ത് എഴുതുക, എഫ് ഓഫ് എക്സ് വാല്യൂസ് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ഡെൽറ്റ എഫ് ഓഫ് എക്സ്, ഫോർവേഡ് ഡിഫറൻസ് ഡെൽറ്റയാണ് ഇവിടെ എഴുതുന്നത്. ഡെൽറ്റ എഫ് ഓഫ് എക്സ് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ചോദിച്ചാൽ, ഈ എഫ് ഓഫ് എക്സിൽ സെക്കൻഡ് വാല്യൂ മൈനസ് ഫസ്റ്റ് വാല്യൂ ചെയ്യുക, അടുത്തടുത്ത വാല്യൂസ് സബ്ട്രാക്ട് ചെയ്യുക. സോ 1.16 മൈനസ് 1, 0.16. സോ ഡെൽറ്റ എഫ് ഓഫ് എക്സിൻ്റെ കോളത്തിൽ എഴുതുമ്പോൾ ഈ 1ൻ്റെയും എഫ് ഓഫ് എക്സിൻ്റെയും 1ൻ്റെയും 1.16നെ നടുക്കായിട്ട് വേണം അത് എഴുതാൻ. സോ 0.16 കിട്ടും. നെക്സ്റ്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും, എഫ് ഓഫ് എക്സിലെ 3.56 മൈനസ് 1.16 ചെയ്യണം, അപ്പോൾ 2.40 കിട്ടും. നെക്സ്റ്റ് 13.96 മൈനസ് 3.56 ചെയ്യുക, അപ്പോൾ 10.4 കിട്ടും. നെക്സ്റ്റ് 41.96 മൈനസ് 13.96, സോ 28 കിട്ടും. അങ്ങനെ ചെയ്യുക. അതിനുശേഷം എല്ലാ ഡിഫറൻസും കണ്ടുപിടിക്കുക. 101 മൈനസ് 41.96, അപ്പോൾ 59.04 കിട്ടും. നെക്സ്റ്റ് കോളം ഡെൽറ്റ സ്ക്വയർ ഓഫ് എഫ് ഓഫ് എക്സ്, അത് ഡെൽറ്റ ഓഫ് എഫ് ഓഫ് എക്സിൽ ഇതുപോലെ സബ്ട്രാക്ട് ചെയ്യുക. 2.40 മൈനസ് 0.16 അത് ചെയ്യുമ്പോൾ 2.24 കിട്ടും. നെക്സ്റ്റ് 10.4 മൈനസ് 2.4 ചെയ്യുമ്പോൾ 8 കിട്ടും. അങ്ങനെ ചെയ്യാം. സോ ഇവിടെ 4 വാല്യൂസ് വരും. നെക്സ്റ്റ് കോളം ഡെൽറ്റ ക്യൂബ് ഓഫ് എഫ് ഓഫ് എക്സ്, അത് 8 മൈനസ് 2.24, 5.76 അങ്ങനെ ഓരോന്നും ചെയ്യാം. നെക്സ്റ്റ് ഡെൽറ്റ റേസ് ടു 4 ഓഫ് എഫ് ഓഫ് എക്സ് ഇതേപോലെ ഡിഫറൻസ് ചെയ്യാം. 9.6 മൈനസ് 5.76, 3.84 വരും. 13.44 മൈനസ് 9.6, 3.84 വരും. പിന്നെ ഡെൽറ്റ 5 ഓഫ് എക്സ് 3.84 മൈനസ് 3.84, 0. ഇനി നമുക്ക് ഡിഫറൻസ് ചെയ്യാനൊന്നുമില്ല, അതുകൊണ്ട് ഡെൽറ്റ റേസ് ടു 6 ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കോളം വേണ്ട. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എഫ് ഡാഷ് ഓഫ് 0.2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ ഫോർമുല നമ്മുടെ ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ വെച്ചുള്ള ഫോർമുല ഇക്വേഷൻ നമ്പർ ഏതായിരുന്നു, ഇക്വേഷൻ നമ്പർ 3 എടുത്ത് എഴുതിയിരിക്കുകയാണ്. അതിനകത്തിന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് ഡാഷ് ഓഫ് എന്താണ്, 0.2 ആണ്. സോ എഫ് ഡാഷ് ഓഫ് 0.2 ഈസ് ഈക്വൽ ടു 1/h. എച്ചിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ എക്സ് നമ്മൾ എത്ര വെച്ചാണോ കൂടിക്കൊണ്ടിരിക്കുന്നത്, സോ അതാണ് എച്ചിൻ്റെ വാല്യൂ. നമ്മൾ നോക്കിയാൽ 0 കഴിഞ്ഞ് അടുത്ത 0.2, ഇത് നമ്മളുടെ ഡിഫറൻസ് എത്രയാണ്, 0.2. നെക്സ്റ്റ് വീണ്ടും 0.2 ആണ് കൂടുന്നത്, 0.2. ആ ഡിഫറൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ആ ഇൻക്രീസ് ചെയ്യുന്ന വാല്യൂ ആണ് എച്ച് ആയിട്ട് എടുക്കുന്നത്. ഏതെങ്കിലും രണ്ടും അടുത്തടുത്ത എക്സ് വാല്യൂസ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടും.
സോ അത് 0.2 വരും. സോ 1/0.2 ഇൻറ്റു ഡെൽറ്റ എഫ് ഓഫ് എക്സ്. ഓക്കെ, ഇനി ഡെൽറ്റ എഫ് ഓഫ് എക്സ് നമ്മൾ എടുക്കണം. നമ്മുടെ ഇവിടുത്തെ എക്സ് വാല്യൂ എന്താണ്? കറസ്പോണ്ടിങ് ടു 0.2 ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ്. സോ എക്സ് വാല്യൂ അവിടെ 0.2 ആണ്. സോ 0.2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെൽറ്റ എഫ് ഓഫ് എക്സ് നമ്മൾ എടുക്കണം. ഓക്കെ, 0.2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെൽറ്റ എഫ് ഓഫ് എക്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് വാല്യൂ നോക്കുക. എക്സ് വാല്യൂ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെൽറ്റ എഫ് ഓഫ് എക്സ് ആണ് ആദ്യത്തെ ഡെൽറ്റ എഫ് ഓഫ് എക്സ് 0.16. 0.2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 2.40. ഇനി എക്സ് വാല്യൂ 0.4ന് കറസ്പോണ്ടിങ് ആയിട്ടാണെങ്കിൽ 10.4, 0.6ന് കറസ്പോണ്ടിങ് ആയിട്ടാണെങ്കിൽ 28, 0.8ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണെങ്കിൽ 59. സോ അങ്ങനെയാണ് വരിക. 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെൽറ്റ എഫ് ഓഫ് എക്സ് നമുക്ക് അവിടെ കിട്ടില്ല. കാരണം അതുകൊണ്ടാണ് നമ്മൾ ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ടേബിളിലെ ബിഗിനിങ് വാല്യൂസിന് മാത്രമാണ് അത് വെച്ചിട്ട് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് കിട്ടും? 0.2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെൽറ്റ എഫ് ഓഫ് എക്സ് മീൻസ് രണ്ടാമത്തെ എക്സ് വാല്യൂ ആണ്. സോ രണ്ടാമത്തെ ഡെൽറ്റ എഫ് ഓഫ് എക്സ് 2.40 കൊടുക്കുന്നു. മൈനസ് ഡെൽറ്റ സ്ക്വയർ ഓഫ് എഫ് ഓഫ് എക്സ്, അതും ഇവിടെ 0.2 അല്ലേ, 0.2ന് കറസ്പോണ്ടിങ് ആയിട്ടുമ്പോൾ സെക്കൻഡ് വാല്യൂ 8 കൊടുക്കുന്നു. ഡെൽറ്റ ക്യൂബ് ഓഫ് എഫ് ഓഫ് എക്സ് 0.2ന് കറസ്പോണ്ടിങ് സെക്കൻഡ് വാല്യൂ 9.60 കൊടുക്കുന്നു. ഡെൽറ്റ റൈസ് ടു 4 ഓഫ് എഫ് ഓഫ് എക്സ് 0.2ന് കറസ്പോണ്ടിങ് ആയിട്ട് 3.84 കൊടുക്കുന്നു. ഡെൽറ്റ റൈസ് ടു 5 ഓഫ് എഫ് ഓഫ് എക്സ് 0 ആണ്. സോ അങ്ങോട്ടുള്ള ടേം പോലെ എഴുതണ്ടായിനി. ഓക്കെ, സോ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3.2 എന്ന് കിട്ടും. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 ആണ്. എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 കണ്ടുപിടിക്കാൻ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിൻ്റെ ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്ററിൻ്റെ ഫോമിൽ എടുക്കുന്നു. അവിടെയും 1/h². സോ അത് 0.2². ഈ ഡെൽറ്റ സ്ക്വയർ ഓഫ് എഫ് ഓഫ് എക്സ് ഏത് വാല്യൂ എടുക്കണം? എക്സ് വാല്യൂ ഇവിടെ 0 ആണ്. 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെൽറ്റ സ്ക്വയർ ആദ്യത്തെ വാല്യൂ ഡെൽറ്റ സ്ക്വയറിന്. സോ 2.24. അതേപോലെ കറസ്പോണ്ടിങ് വാല്യൂസിലെല്ലാം ആദ്യത്തെ വാല്യൂസ് കൊടുത്താൽ മതി. സോ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടും. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കുക. കമ്പ്യൂട്ട് എഫ് ഡാഷ് ഓഫ് 2.2 ആൻഡ് എഫ് ഡബിൾ ഡാഷ് ഓഫ് 2.2 ഫ്രം ദ ഫോളോയിങ് ടേബിൾ. എക്സ് വാല്യൂസ് ഉണ്ട്, എഫ് ഓഫ് എക്സ് വാല്യൂസ്. സോ ഇവിടെ നോക്കിയാൽ അറിയാം എക്സ് വാല്യൂ 2.2 എന്ന് പറയുന്നത് ടേബിളിൻ്റെ ലാസ്റ്റാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഏത് ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്? ബാക്ക്വേർഡ് ഡിഫറൻസ് ഓപ്പറേറ്ററാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, നേരത്തെ പോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. എക്സ് വാല്യൂ എടുത്തെഴുതി, എഫ് ഓഫ് എക്സ് വാല്യൂ എടുത്തെഴുതി. ഇനി ബാക്ക്വേർഡ് ഡിഫറൻസ് ഡെൽറ്റയാണ് ഇവിടെ എഴുതുന്നത്. ഡെൽറ്റ എഫ് ഓഫ് എക്സ്. നമ്മളിവിടെ ബാക്ക്വേർഡ് ഡിഫറൻസ് എന്ന് പറഞ്ഞ് ഡെൽറ്റ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് എഴുതും. പക്ഷെ ചെയ്യുന്നത് നേരത്തെ പോലെ തന്നെയാണ്. എന്താണ്? എഫ് ഓഫ് എക്സിൻ്റെ സെക്കൻഡ് വാല്യൂ മൈനസ് ഫസ്റ്റ് വാല്യൂ ചെയ്യും. അതായത് 4.9530 മൈനസ് 4.0552 അതിവിടെ എഴുതും. നെക്സ്റ്റ് അടുത്ത രണ്ട് വാല്യൂസ് സബ്ട്രാക്ട് ചെയ്ത് ഇവിടെ എഴുതും. അതേപോലെ ഡെൽറ്റ സ്ക്വയറും അങ്ങനെ. ഫോർവേഡ് ഡിഫറൻസ് ആണെങ്കിലും ബാക്ക്വേർഡ് ഡിഫറൻസ് ആണെങ്കിലും ഇത് ചെയ്യുന്നത് ഒരേപോലെയാണ്. ഓക്കെ, അതേപോലെ ഇവിടെ ഡെൽറ്റ സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? 1.0966 മൈനസ് 0.8978 അതിവിടെ കിട്ടും. അങ്ങനെ ചെയ്യണം. ലാസ്റ്റ് ഡെൽറ്റ റൈസ് ടു 4 ഓഫ് എഫ് ഓഫ് എക്സ് ഈ രണ്ട് വാല്യൂ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ കിട്ടും. ഇവിടെ ഒറ്റ വാല്യൂ ഉള്ളൂ. സോ ഇനി അപ്പുറത്തോട്ടൊന്നും സബ്ട്രാക്ട് ചെയ്ത് എഴുതാനില്ല. സോ ഡെൽറ്റ റൈസ് ടു 4 കൊണ്ട് ഇവിടെ നമ്മൾ നിർത്തും. ഓക്കെ, എഫ് ഡാഷ് ഓഫ് 2.2 കണ്ടുപിടിക്കണം. സോ എഫ് ഡാഷ് ഓഫ് എക്സിന് ഇവിടെ ബാക്ക്വേർഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ ആണ്. സോ ബാക്ക്വേർഡ് ഡിഫറൻസ് വെച്ചുള്ള ഇക്വേഷൻ നമ്പർ 7 ആണ് ഇവിടെ എഴുതേണ്ടത്, എഫ് ഡാഷ് ഓഫ് എക്സ്. സോ ഇവിടെ എഫ് ഡാഷ് ഓഫ് ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. എഫ് ഡാഷ് ഓഫ് 2.2 എന്ന് പറയുന്നത് ലാസ്റ്റ് വാല്യൂ ആണ്. ബാക്ക്വേർഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ എടുക്കുമ്പോൾ നമ്മുടെ ലാസ്റ്റ് വാല്യൂവിന് അടുപ്പിച്ചുള്ളതാണ് ചെയ്യുന്നത്. സോ 2.2 ലാസ്റ്റ് വാല്യൂ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഡെൽറ്റ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലാസ്റ്റ് വരുന്ന ഡെൽറ്റ എഫ് ഓഫ് എക്സ് ആണ്. അതെന്താണ്? 1.6359. ഇപ്പോൾ 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെൽറ്റ എഫ് ഓഫ് എക്സ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? സെക്കൻഡ് ലാസ്റ്റ് ഡെൽറ്റ എഫ് ഓഫ് എക്സ് എടുത്തേനെ, 1.3395 എടുത്തേനെ. ഓക്കെ, ഇനി ഇവിടെ ഡെൽറ്റ സ്ക്വയർ ഓഫ് എഫ് ഓഫ് എക്സ് എടുക്കുമ്പോൾ എന്താണ്? 2.2 ലാസ്റ്റ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയതുകൊണ്ട് 0.2964 ഇങ്ങനെ എല്ലാം ലാസ്റ്റ് വാല്യൂ തന്നെ കൊടുക്കും. ഓക്കെ, അത് സിംപ്ലിഫൈ ചെയ്യാം. പിന്നെ ഇവിടെ എച്ചിൻ്റെ വാല്യൂ എന്താണ് വന്നിരിക്കുന്നത്? 0.2. കാരണം എന്താണ്? എക്സ് എത്ര വെച്ചാൽ ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നത്? 1.4ൻ്റെ കൂടെ 0.2 കൂട്ടുമ്പോഴാണ് 1.6. അതുകൊണ്ട് തന്നെ എച്ച് 0.2 കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് എഫ് ഡബിൾ ഡാഷ് ഓഫ് 2.2 കാണാൻ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഓപ്പറേറ്ററിൻ്റെ ഫോമിൽ എഴുതിയിട്ടുണ്ട്. കറസ്പോണ്ടിങ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത രണ്ട് പ്രോബ്ലം കൂടെ ഇവിടെ ചെയ്തത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്തു നോക്കുക. ജസ്റ്റ് ഒന്ന് നോക്കാം. ഫ്രം ദ ഫോളോയിങ് ടേബിൾ ഓഫ് വാല്യൂസ് എക്സ് ആൻഡ് ഒബ്റ്റെയിൻ dy/dx ആൻഡ് d²y/dx² ഫോർ എക്സ് ഈക്വൽ ടു 1.2. എക്സ് ഈക്വൽ ടു 1.2 ആകുമ്പോഴാണ് കണ്ടുപിടിക്കേണ്ടത്. അത് ടേബിളിലെ ബിഗിനിങ് വാല്യൂവിൻ്റെ അടുപ്പിച്ചാണ് വരുന്നത് 1.2. അതുകൊണ്ട് തന്നെ ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഒരു പ്രോബ്ലം കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസേഴ്സും ഇവിടെ ഉണ്ട്. സോ നിങ്ങൾ ചെയ്തു നോക്കുക.